CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കീഴൂർ വിവേകാനന്ദ കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ ഒരു ABVP പ്രവർത്തകനും 3 SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. കോളേജിൽ സ്ഥാപിച്ച ബോർഡ് മാറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. എരുമപ്പെട്ടിയിൽ തനിച്ചു താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശി എലിക്കോടൻ പറമ്പിൽ ദിൽജിത്താണ് പിടിയിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. വെളിയങ്കോട് പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. വെളിയങ്കോട് ശ്മശാനം വാതക ശ്മശാനമായി ആധുനീകരിക്കാൻ രാജ്യസഭാ MP PP സുനീറിന്റെ പ്രാദേശിക ഫണ്ട് വകയിരുത്തി. ദേശീയപാതയിലെ അകലാട് ഒറ്റേനിക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു. പുത്തമ്പള്ളി സ്വദേശി വിളകേരി ഷാഫി, ഭാര്യ താഹിറ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. പൊന്നയൂർ എടക്കരയിൽ അജ്ഞാത കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. വെസ്റ്റ് ബംഗാൾ സ്വദേശി പ്രദീപിനാണ് പരിക്കുപറ്റിയത്. എടക്കര ജുമാ മസ്ജിദിന് മുമ്പിലായിരുന്നു അപകടം. ഇടിച്ച കാർ നിർത്താതെ പോയി. മൊഴി പബ്ലിക്കേഷൻസിന്റെ കതിർ പുരസ്കാരത്തിന് എഴുത്തുകാരൻ തുളസിദാസ് കോട്ടപ്പടിയെ തിരഞ്ഞെടുത്തതായി സംഘാടകർ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എഴുത്തുകാരന്റെ നീലക്കണ്ണുള്ള പാവക്കുട്ടി എന്ന ചെറുകഥാ സമാഹാരമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് മോർ ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഫൊറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങ് കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ മേരി റജീന ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പുരസ്കാര വിതരണം വെള്ളിയാഴ്ച രാവിലെ 11-ന് കുന്നംകുളം വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിൽ നവീകരിച്ച സ്പീച്ച് തെറാപ്പി യൂണിറ്റിന്റെയും ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റിന്റെയും ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിച്ചു. കടപ്പുറം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സുഹൃതം പാലിയേറ്റീവ് സാന്ത്വന പരിചരണ പദ്ധതിക്ക് തുടക്കം. ഡോക്ടർ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഗവേണിംഗ് ബോഡി യോഗം ചേർന്നു. NSS ചെമ്മണ്ണൂർ പോർക്കളങ്ങാട് 15ാമത് വാർഷിക സമ്മേളനം താലൂക്ക് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.